ഓരോ രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ആ രാജ്യത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയാൽ തന്നെയും അവിടെ എത്തിയാൽ ചില അനുഭവങ്ങളും ചില അറിവും വ്യത്യസ്തമായിരിക്കും. അത് ഏത് യാത്രക്കാരനും അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ കെനിയയിൽ പോയി. മസായി മാറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം, കാട്ടിൽ ജീവിക്കുന്നവരാണ്, ഗോത്രക്കാരാണ്. മണ്ണ് കൊണ്ടും ഇലകളും കൊണ്ടുണ്ടാക്കിയ കുടിലുകൾ, ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഇല്ല, ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രം. അവരുടെ മെയിൻ വരുമാനം ആടുമാടുകളെ വിറ്റുവരവാണ്. അവർ നമ്മളോട് ആദ്യം തന്നെ പറയുക, നിങ്ങൾക്ക് എത്ര കന്നുകാലികളുണ്ട്, അല്ലെങ്കിൽ എത്ര ഒട്ടകളുണ്ട്, എത്ര ആടുകളുണ്ട് എന്ന് ചോദിക്കരുത്. അത് ഞാൻ നിങ്ങളോട് നിങ്ങളെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്നാണ്. അത് ഞങ്ങൾ പറയില്ല, അത് നമ്മുടെ സീക്രട്ടാണ്. മാംസം, പാല്, രക്തം, ഇത് മൂന്നാണ് അവരെ ഭക്ഷണം. മൂന്നും ഒന്നിച്ച് കഴിക്കില്ല. മാംസം, പാല്, അല്ലെങ്കിൽ മാംസം, രക്തം, അല്ലെങ്കിൽ രക്തം, പാല്, ഇങ്ങനെയൊക്കെ കഴിക്കും. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വായിച്ചപ്പോഴൊന്നും അത്ര ഇങ്ങനെയാണോ എന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യാത്ര കൊണ്ട് നേടുന്നത്. വായിച്ചതും പഠിച്ചതും കേട്ടതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾക്ക് കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് യാത്ര എന്ന് പലരും പറയുന്നത്. യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ലൈഫ് എക്സ്പീരിയൻസ്, റിലാക്സേഷൻ, നമ്മുടെ പല ഇൽ ഫീലിങ്ങും മാറിക്കിട്ടും, എൻജോയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അറിവ്, നമ്മൾ ഓരോ രാജ്യത്തെ പറ്റി, അവരുടെ സംസ്കാരം. ഇപ്പം ഞാൻ അടുത്ത് പോയതാണ് ഒരു കൊച്ചു രാജ്യമാണ് ബ്രുണൈ, ദാറുസലാം. ദാറുസലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ഇടം, സമാധാനത്തിൻ്റെ വീടെന്നാണ്. അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ഒരു രാജ്യം തന്നെയായിരുന്നു ആ കൊച്ചു രാജ്യം. അവിടെ മദ്യമില്ല, സിഗരറ്റില്ല, അത് വിൽക്കാൻ പറ്റില്ല. 78 രാജ്യത്ത് പോയിട്ട് ഇതെല്ലാം ഉണ്ട് അവിടെ. ഈ 79ാമത്തെ രാജ്യത്താണ് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. അവിടെ പോലും ഈ സീബ്ര ലൈനൊന്നും വേണ്ട, കുറച്ച് അകലെ എത്തിപ്പോയി തന്നെ ഡ്രൈവേഴ്സ് വണ്ടി നിർത്തി നമുക്ക് പോകാൻ അനുവദിക്കും. അവരുടെ സംസ്കാരമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്രയോ പിന്നിലാണെന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് പരിസര മലിനീകരണം കാര്യത്തിലൊക്കെ, സെൽഫ് ഡിസിപ്ലിനിലൊക്കെ നമ്മൾ എത്രയോ പിന്നിലാണെന്ന് മനസ്സിലാകുന്നത് പാശ്ചാത്യരായാലും പൗരസ്ഥരായാലും അവിടെയൊക്കെ പോയി അവരുടെ ജീവിത രീതിയും അവരുടെ കൾച്ചർ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത്. അതുതന്നെയാണ് വീണ്ടും വീണ്ടും പല രാജ്യങ്ങളിലേക്കും പോകാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക നമ്മുടെ ഭൂമിയിലെ 7ാമത്തെ വൻകരയാണ്. ഏകദേശം 1.9 കിലോമീറ്റർ തിക്നെസ്സാണ് ഐസ് മൂടിക്കിടക്കുന്നത്. എത്ര? 1.9 കിലോമീറ്റർ തിക്നെസ്.